ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഓണം സ്പെഷ്യലായ സാമ്പാർ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 100 ഗ്രാം സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് മുങ്ങി നിൽക്കുന്ന കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി സ്റ്റൗ ഓണാക്കി വയ്ക്കാം. ഒരു 5 വിസിൽ കേൾക്കട്ടെ. ഈ സമയം നമുക്കതിനുള്ള പച്ചക്കറികൾ എടുക്കാം. ഞാനിവിടെ എല്ലാ പച്ചക്കറികളും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക മാത്രം അരിഞ്ഞിട്ടില്ല. ഇനി നമ്മുടെ പരിപ്പ് വെന്തോ നോക്കാം. പരിപ്പ് വെന്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊരു തവി വെച്ച് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക നമുക്ക് ഇപ്പോൾ അരിഞ്ഞിട്ട് കൊടുക്കാം. പച്ചമുളകും ഇപ്പം തന്നെ മുറിച്ചിട്ട് കൊടുക്കാം. 5-6 ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് പുളി നേരത്തെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് പിഴിഞ്ഞ് പുളിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി സ്റ്റൗ ഓണാക്കി വയ്ക്കാം. ഒരു വിസിൽ വരുന്നത് വരെ വെച്ച് കൊടുക്കാം. ഈ സമയം നമുക്കതിനുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒന്ന് വറുത്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ഒന്ന് ചൂടാക്കിയെടുക്കാം. സ്റ്റൗ മീഡിയത്തിലായിരിക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇപ്പോൾ നമ്മുടെ പച്ചക്കറി എല്ലാം വെന്തിട്ടുണ്ട്. ഒരു വിസിൽ വന്ന് കഴിഞ്ഞു. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവയുടെ പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി. കായപ്പൊടി ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുകയാണ്. ഇനി മല്ലിപ്പൊടി മുളകുപൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തവി വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് വേണം ഇളക്കാൻ, ഇല്ലെങ്കിൽ അത് ഉടഞ്ഞു പോവും. കുറച്ച് പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി സ്റ്റൗ ഓണാക്കി വയ്ക്കാം. ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. കുറച്ച് മല്ലിയിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് തിളക്കട്ടെ. ഉപ്പ് നോക്കാം. ഇതിൽ ഉപ്പ് കുറച്ച് കുറവുണ്ട്. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കടുക് താളിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ചെറിയ ഉള്ളി വട്ടത്തിനരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. അതൊന്ന് മൂക്കട്ടെ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകൊന്ന് പൊട്ടട്ടെ. രണ്ട് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ഓണ സ്പെഷ്യലായ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.